എല്ലാ വിഷമങ്ങളും ഈശോയോട് പറയാം. ചങ്ക് തകർന്ന് വന്നിരിക്കുന്ന നിമിഷങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, ചങ്ക് പൊട്ടുന്ന വേദനയോട് കൂടിയാ നിന്റെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. ഇതാ എന്റെ പ്രശ്ന പ്രതിസന്ധികൾ മുഴുവൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ വെക്കുന്നു. നിന്റെ ഹൃദയം നീറിപ്പുകയുന്നത് മുഴുവൻ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. നിന്റെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത പ്രതിസന്ധികൾ മുഴുവൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഈശോയെ, ഇതാ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. നീ എന്നെ അറിയുന്നല്ലോ, നീ എന്നെ മനസ്സിലാക്കുന്നുവല്ലോ, നീ എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ തിരിച്ചറിയുന്ന ദൈവമാണല്ലോ. ഈശോയെ, എന്റെ ജീവിതത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. മിശിഹായേ, എന്റെ ജീവിതത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. ശാന്തമായി നമുക്ക് ഇരിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കാം. കർത്താവേ, ഇതാ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി നിന്റെ സന്നിധിയിലേക്ക് വിട്ടുതരുന്നു. യെശയ്യാ പ്രവചന പുസ്തകത്തിന്റെ 1-ാം അധ്യായം 19-ാം തിരുവചനം ഈ പ്രകാരം പറയുന്നു: നിങ്ങൾ അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും. പ്രിയപ്പെട്ടവരുടെ വചനത്തില് ഈശോ നമ്മളെ നോക്കി പറഞ്ഞ ഒറ്റ കാര്യം, നിങ്ങൾ അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും. ഈശോയുടെ മുമ്പിലിരിക്കുമ്പോ ഇങ്ങനെ കണ്ണുകൂടെ ഉയർത്തി ഈശോയിലേക്ക് നോക്കി, എന്നിട്ട് ചുമ്മാ ഇങ്ങനെ ചിന്തിച്ച്, ക്രിസ്തുവേ, അങ്ങ് പറഞ്ഞല്ലോ അനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധമെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും. ദൈവം വചനങ്ങളിലൂടെ എന്നോട് സംസാരിച്ചു. ഞാൻ എത്ര കാര്യം അനുസരിച്ചു. കൽപ്പനകളിലൂടെ അവനോട് പറഞ്ഞു. ഞാൻ എത്ര കൽപ്പന അനുസരിച്ചു. എന്റെ ആത്മീയ പിതാക്കന്മാരിലൂടെ പറഞ്ഞു. എത്ര കാര്യങ്ങൾ ഞാൻ അനുസരിച്ചു. കൗതാശപരമായ ജീവിതത്തിലൂടെ തമ്പുരാൻ പറഞ്ഞു. എത്ര കാര്യങ്ങൾ അനുസരിച്ചു. ഞാനിപ്പോഴും പറയുന്നു, എനിക്ക് പ്രതിസന്ധിയാണ്. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ രോഗിയാണ്. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല. ഞാനിപ്പോഴും പറയുന്നു, എന്റെ ജീവിതം തകർച്ചയിലാണ്. കർത്താവ് പറഞ്ഞു, അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. നമ്മളിപ്പോഴും പറയുന്നു, എനിക്കൊന്നുമില്ല. ഒറ്റ ഉത്തരം ഈശോ പറയുന്നു, നീ അനുസരിച്ചിട്ടില്ല. നീ ദൈവത്തിന്റെ വചനം അനുസരിച്ചിട്ടില്ല. നീ കർത്താവിന്റെ പ്രമാണം അനുസരിച്ചിട്ടില്ല. കർത്താവിന്റെ ചട്ടങ്ങൾ അനുസരിച്ചിട്ടില്ല. കർത്താവ് തന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടില്ല. കർത്താവ് ചൂണ്ടിക്കാണിച്ചു തന്ന കാര്യങ്ങളിലേക്ക് നീ ശ്രദ്ധ വച്ചില്ല. അപ്പൊ നമ്മുടെ പല തകർച്ചയും അല്ലെ പല വീഴ്ചയും അല്ല പല പരാജയത്തിനും കാരണം ക്രിസ്തു ചൂണ്ടിക്കാണിച്ചു തരുന്നത്, നീ അനുസരണത്തിന്റെ വഴിയിൽ നിന്ന് മാറി നടത്തപ്പോഴാണ് നിനക്ക് പരാജയങ്ങൾ വന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനാൽ ഇന്ന് നമുക്ക് ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഈശോയുടെ മുമ്പിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയാം, കർത്താവേ, ഞാൻ നിന്റെ വചനം അനുസരിച്ചു കൊള്ളാം. കർത്താവേ, ഞാൻ നിന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും അനുസരിച്ചു കൊള്ളാം. കർത്താവേ, നീ തരുന്ന നിർദ്ദേശങ്ങൾ ഞാൻ അനുസരിച്ചു കൊള്ളാം. ദൈവം തരുന്നത് അനുസരിക്കുന്നവൻ ഐശ്വര്യം ആസ്വദിക്കും. കർത്താവേ, നീ തരുന്നത് മുഴുവൻ ഞാൻ അനുസരിച്ചു കൊള്ളാമെന്ന് ക്രിസ്തുവിനോട് മുമ്പിൽ ഒരാൾ വാക്കു പറഞ്ഞ് ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ, പ്രഭാഷക പുസ്തകത്തിന്റെ 24:12, എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതരാവുകയില്ല. ഇതാണ് കർത്താവ് വാക്ക് തരുന്നത്. എന്നെ അനുസരിക്കുന്നവൻ, എന്റെ വാക്കനുസരിക്കുന്നവൻ, എന്റെ ചട്ടങ്ങൾ അനുസരിക്കുന്നവൻ അവൻ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. അവന്റെ ശിരസ് താഴുവാൻ ഞാൻ അനുവദിക്കുകയില്ല. അവൻ വിമർശിക്കപ്പെടുവാൻ ഞാൻ അനുവദിക്കുകയില്ല. കാരണം അവൻ എന്നെ അനുസരിക്കുന്നു.
അനുസരിക്കുന്ന വ്യക്തിയാണ്. ആ കുടുംബം എന്നെ അനുസരിക്കുന്ന വ്യക്തിയാണ്. ആ കുടുംബം എന്റെ വചനത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചെടുത്ത് അതിജീവിക്കുന്ന വ്യക്തികളാണ്. അവൻ ലജ്ജിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഇന്ന് തരുന്ന വാക്ക് തന്നെയാണ്. നീ ലജ്ജിക്കാൻ, നീ തരം താഴ്ത്തപ്പെടുവാൻ, നീ ആട്ടി ഓടിക്കപ്പെടുവാൻ, നീ അകറ്റി നിർത്തപ്പെടുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. നീ എന്റെ വചനം അനുസരിച്ചാൽ, നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നിന്നെ ഞാൻ മാറ്റി നിർത്തുന്ന ദൈവമല്ല. ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ രോഗം മാറണോ? ദൈവത്തെ അനുസരിക്കുക, വചനം അനുസരിക്കുക. നമ്മുടെ തകർച്ചകൾ മാറണമോ? ദൈവത്തെ അനുസരിക്കുക, ദൈവവചനം അനുസരിക്കുക. നമ്മുടെ പീഡകൾ മാറണോ? ദൈവത്തെ അനുസരിക്കുക, ദൈവവചനം അനുസരിക്കുക. തടസ്സങ്ങൾ വിട്ടുപോകണോ? ദൈവത്തെ അന്ധമായി അനുസരിക്കുക. നിന്റെ തടസ്സങ്ങളൊക്കെ പോകും. പക്ഷെ അനുസരിക്കാത്തതാണ് നമ്മുടെ പല തടസ്സങ്ങൾക്കും പ്രശ്നം. അതുകൊണ്ട് ആ തടസ്സങ്ങൾ മാറുവാൻ കർത്താവേ ഇതാ ഞാൻ നിന്നെ അനുസരിക്കുമെന്ന് പറയാം. യെശയ്യാ പ്രവചന പുസ്തകത്തിന്റെ 48:18 വീണ്ടും പറയും, നീ എന്റെ കൽപ്പനകൾ അനുസരിക്കുന്നുവെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. നോക്കിക്കോണേ, നീ എന്നെ അനുസരിക്കുമായിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. മനസമാധാനം നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുടുംബ സമാധാനം നഷ്ടപ്പെട്ട ഇവിടെ ഇരിക്കുന്നതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണമേ. ദൈവത്തിന്റെ വചനം അങ്ങ് അനുസരിച്ചായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചായിരുന്നെങ്കിൽ കർത്താവ് പറയുക, നിന്റെ കുടുംബത്തിൽ സമാധാനം നദി പോലെ ഒഴുകും. നിന്റെ വ്യക്തി ജീവിതത്തിൽ സമാധാനം കുത്തൊഴുക്കിലെന്ന പോലെ ഇങ്ങനെ ഒഴുകി വന്നു ചേരും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൈവത്തെ അനുസരിക്കുന്നവരെ സമാധാനത്തിന്റെ ഒഴുക്കുള്ള കുടുംബവും സമാധാനത്തിന്റെ ചലനങ്ങളുള്ള വ്യക്തികളുമായി മാറുവാൻ ദൈവം ഇന്ന് നിന്നെ ക്ഷണിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കാം. ബാറൂക്കിന്റെ പുസ്തകം 2:31 പറയും, ഞാനാണ് അവരുടെ ദൈവമായ കർത്താവെന്ന് അവരറിയും, അനുസരിക്കുന്ന ഹൃദയമോ ശ്രവിക്കുന്ന ചെവികള് ഞാൻ അവർക്ക് നൽകും. ബാറൂക്ക് പറയാ, ഇതാ ഞാനാണ് ദൈവമായ കർത്താവെന്ന് അവരറിയും, അനുസരിക്കുന്നവർക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് രണ്ടും ദൈവം നന്നായി തന്നു. അനുസരിക്കാനുള്ള ഒരു ഹൃദയം തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ബസ്സിൽ പിടിക്കും. കേൾക്കാനുള്ള ഒരു ജീവിതമുണ്ട്, നമ്മൾ കേൾക്കും, വേണ്ടാതീനം മുഴുവൻ കേൾക്കും, എന്നിട്ട് അത് മുഴുവൻ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടക്കും. നമ്മുടെ പ്രശ്നം ഇതാ, കേൾക്കേണ്ടവ കേൾക്കാതെയും അനുസരിക്കേണ്ടവ അനുസരിക്കാതെയും നമുക്കിഷ്ടമുള്ളത് അനുസരിച്ച്, നമുക്കിഷ്ടമുള്ളത് ചെയ്ത്, നമുക്കിഷ്ടമുള്ളത് പറഞ്ഞു, ഇഷ്ടമുള്ളത് കേട്ട് നടക്കുന്നത് കൊണ്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു, നമ്മുടെ ഐശ്വര്യം നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെ തന്നെ ഈശോയുടെ മുമ്പിലേക്ക് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഈശോയുടെ മുമ്പിൽ തീരുമാനമെടുക്കുക. കർത്താവേ, നിന്റെ വചനം ഞാൻ അനുസരിച്ച് എന്റെ ജീവിതത്തെ പുതുക്കിപ്പണത് നിന്റെ പ്രിയപ്പെട്ട മകന് പ്രിയപ്പെട്ട മകളുമായി ഞാൻ എന്റെ ജീവിതത്തെ നിന്റെ മുമ്പിൽ കൊണ്ടു നടക്കും. ആര് വചനമനുസരിച്ച് നീതിമാനായി നീതിമതിയായി ജീവിതം കൊണ്ടു നടക്കുന്നു, അവനെ ഉള്ള കയ്യിലെന്ന പോലെ താങ്ങുന്നവനാണ് ഈ ദിവ്യകാരുണ്യ ഈശോ. ആര് വചനത്തെ നെഞ്ചകത്ത് വെച്ച് വചനമനുസരിക്കുന്നു, അവനെ വചനത്തിന്റെ മനുഷ്യനായി സ്വീകരിച്ചെടുക്കുന്നവനാണ് പരിശുദ്ധ കുർബാനയിലെ കർത്താവ്. ആര് വചനത്തെ നെഞ്ചകത്ത് വെച്ച് വചനം സ്വീകരിച്ച് വചനത്തിൽ വളരുന്നു, അവനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു കൊണ്ട് നടക്കുന്നവനാണ് പരിശുദ്ധ കുർബാനയുടെ കർത്താവ്. അതിനാൽ വചനം അനുസരിച്ചാൽ ഇതാ നെഞ്ചിന്റെ ചൂട് നമുക്ക് തന്നവൻ വളർത്തും. വചനം അറിഞ്ഞാൽ നെഞ്ചു പൊട്ടിയവൻ അവന്റെ നെഞ്ചിലെ രക്തത്തിലേക്ക് നിന്നെ ചേർത്ത് പിടിച്ച സ്നേഹ രക്തത്തെ നിന്നെ കുളിപ്പിച്ച് തഴുകിക്കൊണ്ട് നടന്ന് നിന്നെ വളർത്തും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഈശോയിലേക്ക് വെച്ചുകൊടുത്ത് അവന്റെ വചനത്തെ മുറുകെ പിടിച്ച് അവന്റെ വചന വഴികളിലൂടെ നമുക്ക് നടക്കാൻ. സുഭാഷിത പുസ്തകത്തിന്റെ 1:33 പറയും, എന്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും, അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും. എന്റെ വാക്ക് ശ്രമിക്കുന്നവൻ അവൻ സുരക്ഷിതനായിരിക്കും, അവന് ഭയമുണ്ടാവുകയില്ല, അവൻ അസ്വസ്ഥത ഉണ്ടാവുകയില്ല, അവൻ ഭയപ്പെടുകയില്ല, അവൻ ആശങ്ക ഉണ്ടാവുകയില്ല, അവൻ ഉത്കണ്ഠ ഉണ്ടാവുകയില്ല. കാരണം അവൻ മുറുകെ പിടിച്ചിരിക്കുന്നത് ശക്തിയുടെ വചനത്തെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ മുറുകെ പിടിച്ചിരുന്ന് കൃപകളുടെ വചനത്തെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയുടെയും
കൃപകളുടെയോ വചനത്തെ മുറുകെ പിടിച്ച അനുസരണത്തിന്റെ മക്കളായി വളരുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചോ. വചന വായനയില്ലാതെ, വചന പ്രാർത്ഥനയില്ലാതെ, വചനം കയ്യിലെടുക്കാതെ, വചനം അനുസരിക്കാതെ, വചനം വായിച്ചതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാതെ ജീവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാര അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ അന്ധകാര അവസ്ഥയാണ് ജീവിതത്തിൽ നിന്ന് നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ദൂരെ അകറ്റേണ്ടത്. അതുകൊണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, ദൈവമേ നിന്റെ വചനം വായിക്കുന്നതിന് എനിക്ക് മടിയുണ്ട്, നിന്റെ വചനം കേൾക്കുന്നതിന് എനിക്ക് മടിയുണ്ട്. വീട്ടില് വചനം അവിടെ എന്റെ അടുത്തുണ്ടായിരുന്നിട്ടും എടുത്തൊന്ന് കുറച്ചു നേരം സ്വസ്ഥമായിരുന്നു വായിക്കാൻ എനിക്ക് മനസ്സില്ല. നിന്റെ വചനം അനുസരിക്കാൻ എനിക്ക് മനസ്സില്ല, നിന്റെ വചനം കേൾക്കുവാൻ എനിക്ക് മനസ്സില്ല. കർത്താവേ, അന്ധകാരത്തിന്റെ മനുഷ്യനായി ഞാൻ രൂപാന്തരപ്പെട്ടു. ആദിയിൽ പ്രകാശമായിരുന്ന വചനം എന്റെ അടുത്തുണ്ടായിട്ട് ആ വചനത്തെ അനുസരിക്കാതെ കടന്ന് മസില് പിടിച്ചതാണ് എന്റെ തകർച്ചയുടെ കാരണങ്ങൾ. എന്റെ വീട്ടിലെ അന്ധകാരത്തിന്റെ കാരണം വചന ശക്തിയില്ലാത്ത, വചന വായനയില്ലാത്ത, വചന കൃപയില്ലാത്ത ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഐശ്വര്യം കെട്ട ഭവനമായി അതിരിക്കും. കർത്താവേ, എന്റെ വീടിന്റെ ഐശ്വര്യം ഞാൻ വചനം വായിക്കാതെ തല്ലിക്കെടുത്തിയതാണെങ്കിൽ ഈ സമയം ആ അന്ധകാര ചിന്തകളെ വചനം വായിക്കാനുള്ള മടിയല്ല ഈ സമയം ഞങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. രണ്ട് കരമുയർത്തി പ്രാർത്ഥിക്കട്ടെ. സർവശക്തനായ പിതാവും ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പുണ്യവാന്മാരുടെ ഐക്യത്തില്, പാപങ്ങളുടെ മോചനത്തില്, ശരീരത്തിന്റെ ഉയരത്തില്, നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, വചനത്തിന്റെ ശക്തി കുറഞ്ഞു പോയി അന്ധകാര ശക്തികൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കയറി, വ്യക്തി ജീവിതത്തിലേക്ക് കയറി ഞങ്ങളെ തകർത്ത് തരിപ്പണമാക്കി അന്ധകാര മനുഷ്യരാക്കിയെങ്കിൽ കർത്താവേ, അന്ധകാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ചേർത്ത് വയ്ക്കാം. എല്ലാവരെയും സുഖപ്പെടുത്തുന്ന വചനം എനിക്ക് സമീപസ്ഥമായിരുന്നിട്ടും, സുഖപ്പെടുത്താൻ ശക്തിയുള്ള വചനം എന്റെ അടുത്തുണ്ടായിട്ടും ഞാൻ ആ വചനത്തിലൂടെ കടന്നു പോകാത്തതാകാം എന്റെ രോഗാവസ്ഥയ്ക്ക് കാരണം. പ്രിയപ്പെട്ടവർ, വചനം തൊടാൻ വിട്ടുകൊടുക്കാത്തതാകാം എന്റെ രോഗം സൗഖ്യമാകാതിരിക്കുന്നത്. അങ്ങനെ വചന വായനയില്ലാതെ, വചനമെടുക്കാതെ ജീവിക്കുന്നവരും രോഗിയായി കഴിയുന്നവരുമായ എല്ലാവരും തങ്ങളെ തന്നെ ദൈവത്തിന്റെ കരുണയ്ക്ക് സമർപ്പിച്ച് യേശുവിന്റെ തിരുരക്തത്തിലേക്കും തിരുശരീരത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് വചന വായനയോടുള്ള മടിമൂലം വന്ന രോഗത്തെ, പീഡകളെ, അസ്വസ്ഥതകളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുകയും വചനമെടുത്തു വായിക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് വചനം അടിമാറിപ്പോകാൻ, വചന വായനയില്ലാതെ വന്ന രോഗപീഠ, അസ്വസ്ഥതകൾ മാറ്റപ്പെടുവാൻ വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു.
പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ പൊടുവാന്മാരുടെ ഐക്യത്തിന്, പാപങ്ങളുടെ മോചനത്തിന്, ശരീരത്തിന്റെ ഉയർപ്പില്, നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവാദിപമേ, എന്റെ രോഗങ്ങൾ, പീഡകൾ, അസ്വസ്ഥതകൾ നിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. വചനാനുസരണമില്ലാതെ ഇതിലേക്ക് വന്നിരിക്കുന്ന രോഗങ്ങളെ, പീഡകളെ, അസ്വസ്ഥതകളെ കർത്താവേ, അങ്ങ് വചനം മാംസമായി വന്നവനാണല്ലോ. അങ്ങയുടെ മാംസം എടുത്തപ്പെട്ട വചനത്തിന്റെ ശക്തിയാ ഞങ്ങളിൽ നിന്ന് എല്ലാറ്റിനെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിന്റെ തിരുരക്തത്താൽ പാപം ശാപം നീങ്ങട്ടെ.